ഹലോ ഗായ്സ്, ഇപ്പൊ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമുക്ക് കൊറിയർ എന്താണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഗായ്സ് നമുക്ക് കൊറിയർ. ഗായ്സ് ഇത് അത്യാവശ്യം നല്ല നമ്മൾ ഈ ഓർഡർ ചെയ്തിരിക്കുന്നതാണ് മിനി RC ട്രക്കാണ്. നമ്മള് എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും മിനി RC ട്രക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ കൊറിയർ. അപ്പൊ നമുക്കിത് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ട്രക്ക് എന്തുണ്ടെന്നുള്ളത്. ഏകദേശം ഒരു അടിപൊളി ട്രക്കാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത് 2000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ട്രക്കാണ്. ഇതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ നിങ്ങൾ പല ടൈപ്പിലുള്ള ഇത് കണ്ടിട്ടുണ്ടാവും. 10,000 രൂപയുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് വരുന്ന നല്ല അടിപൊളി മോട്ടറാണ്. നമ്മുടെ ഇതിൽ വരുന്ന ചെറിയ മോട്ടറാണ്. അതായത് 150 രൂപയുടെയൊക്കെ RC കാറിൽ വരുന്ന ആ ഒരു മോട്ടറാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബോക്സ്. ഇതാണ് നിങ്ങളുടെ ഒരു ഓമിനിയുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ സുസുക്കി ഓമിനിയുടെ ഫ്രണ്ടാണ് ഇത് വരുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു ബോഡിക്ക് വരുന്ന ഇതാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ റിമോട്ടിന്റെ ആ ഒരു പടം വരുന്നത്. ഈ ഒരു രീതിയിലുള്ള റിമോട്ടാണ്. ഇതിൽ പല ടൈപ്പ് വരുന്നുണ്ട്. മ്യൂസിക് ഉള്ളത്, ലൈറ്റ് ഉള്ളത്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഓപ്പൺ ബോഡിയും ക്ലോസ്ഡ് ബോഡിയും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്ന മ്യൂസിക് ഉള്ള ക്ലോസ്ഡ് ഓപ്പൺ ബോഡിയാണ്. അതിൽ കുറെ കാർഡ്ബോർഡിന്റെ ബോഡിയൊക്കെ വരുന്ന ആ ഒരു ടൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ അല്ല, ഒരുതരം പച്ച കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രക്ക് വരുന്നത് 1:16 സ്കെയിലാണ്. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് ഓൾറെഡി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയതാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ട്രക്ക്. ഇങ്ങനെ ഒരു പാക്ക് ചെയ്തൊക്കെയാണ് വരുന്നത്. ഇത് ഓൾറെഡി ഒരു ബബിൾ റാപ്പറിലേക്ക് ചുറ്റിയായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഞാൻ അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഒന്നും കൂടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തതാണ് ഇതെല്ലാം. ഇതാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആണ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഒന്നുമില്ല. താഴോട്ടാക്കുമ്പോൾ ഒരു ചെറിയ സ്വിച്ച് അമരുന്നു, മുകളിലോട്ടാക്കുമ്പോഴും ഒരു സ്വിച്ച് അമരുന്നു. അതുപോലെ ആ കറക്കുന്ന സാധനത്തിലാണെങ്കിലും അത് ഒരു ചെറിയ സ്വിച്ചുകളാണ്. നമ്മൾ റൈറ്റിലോട്ട് കറക്കുമ്പോൾ അതിൽ ഒരു സ്വിച്ചിൽ പോയി തട്ടി ഓപ്പൺ ആവുക. ആ ഒരു രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ്. അല്ലാതെ ഒരു ലിവർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്പീഡ് കൺട്രോളിംഗ് ഒന്നുമില്ല. ഒറ്റ സ്പീഡ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സാധാ നോർമൽ സ്വിച്ച്, ആ സ്വിച്ച് അമർത്തുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ട്രക്ക് വരുന്നത്. ട്രക്കിന്റെ വിഷ്വൽ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഡോറെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലെ ഇന്റീരിയറിലേക്ക് ആണെങ്കിലും സ്റ്റീറിങ്, സീറ്റ്, അങ്ങനെയുള്ള കുറെ ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റ് മാത്രമാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ബമ്പറും. ബാക്കിലോട്ട് വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്പേസ് വരുന്നത്. ഇത്ര ഒരു സൈസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു പുക പോകുന്ന ഒരു സംവിധാനമുണ്ട്. ഫ്രണ്ടിലോ ബാക്ക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഡോറൊക്കെ ആയാലും അതൊരു വെയിറ്റ് ഉണ്ട്. ഏകദേശം 400 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. 400 കിലോ അല്ല, 400 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഈ വണ്ടിക്ക് ഏകദേശം. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ റിവ്യൂ വരുന്നത്. നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡിലെ ഡോറെല്ലാം ഓപ്പൺ ആണ്. അത്യാവശ്യം നല്ലൊരു അശോകിന്റെ ഒരു ചെറിയ മിനി വാനില്ലേ, അതുപോലെയും തോന്നിക്കുന്നുണ്ട്. അതുപോലെ സുസുക്കിയുടെ ആ ഒരു ഇതിന്റെ ചെറിയൊരു കട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യമല്ലാത്ത എന്തെല്ലോ ഒരു പരുവത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സുകളും വരുന്നുണ്ട്. പിന്നെ മിറർ, ഇതിന്റെ കൂടെ കുറച്ച് സ്റ്റിക്കറുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് സ്റ്റിക്കറൊന്നും ഒട്ടിക്കാത്തുള്ള ഒരു ബോഡിയാണ്. സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച ശേഷം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. റിമോട്ടിൽ ബാറ്ററി ഇടണം. ഇതിന്റെ കൂടെ ഒരു ബാറ്ററി വരുന്നുള്ളൂ. ആ ഒരു ബാറ്ററി വണ്ടിയിൽ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ അടിവശത്താണ് ബാറ്ററി ഇടുന്നത്. ഇതിന്റെ മോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മോട്ടർ തന്നെയാണ്. പക്ഷെ നല്ല പവറുള്ള ഉണ്ടാവും. നല്ല പവറുണ്ട്, അത്യാവശ്യം പവറുണ്ട്. ഇതാണ് ഇതിന്റെ വീൽ അലോയ് വരുന്നത്. അലോയ് അത്യാവശ്യം നല്ല രസമുണ്ട്, ഒറിജിനാലിറ്റി ഉണ്ട്. നല്ല വീല് അത്യാവശ്യം അടിപൊളിയാണ്. നല്ല സെറ്റപ്പ് വീലൊക്കെ തന്നെയാണ് വരുന്നത്. 1:16 സ്കെയിലാണ് നേരത്തെ പറഞ്ഞിരുന്നു. ഡോറ് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഉള്ള സാധനം അത്യാവശ്യം നല്ല സാധനം തന്നെയാണ് വരുന്നത്. പിന്നെ ഇനി റിമോട്ടിൽ ബാറ്ററി ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ട്രക്കിന്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബാറ്ററി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലൊരു റെഡ് സ്വിച്ചിന്റെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതിലൊരു സൗണ്ടും ഉണ്ട്. സൗണ്ട് നമ്മൾ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഇത്, ചെറിയൊരു സൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ട്രക്ക്. ഇങ്ങനെ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ റിമോട്ടിൽ ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റാവും. അതുപോലെ ഇതിൽ വെള്ളം നിറച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ഇതിന്റെ ബാക്കിൽ പുക വരാനായിട്ട്. അപ്പോൾ നമ്മളിപ്പം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അത് അടച്ചെങ്കിൽ മാത്രമേ അതിലൂടെ പുക വരുള്ളൂ, സ്മോക്ക് വരുന്നത്. ആ സ്മോക്ക് വരുന്നതിന്റെ വിഷ്വലെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്മോക്ക് പോകുന്നത്. കണ്ടോ, ഇതിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പുകയൊക്കെ പോകുന്നു നമ്മുടെ ട്രക്കിന്. ഇനി കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഒട്ടിക്കാനുണ്ട്. അതിനുശേഷം ഒന്ന് ഓടിച്ച് കാണിക്കും. നമ്മൾ കുറച്ച് ഓഫ് റോഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓടിച്ച് കാണിക്കാമെന്നാണ്. അത്യാവശ്യം പവറുണ്ട്. ഇതാണ് നമ്മുടെ ട്രക്ക്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓടിക്കുന്നത്. ഇതിലൊരു സ്പീക്കറുണ്ട്. ആ സ്പീക്കർ വെച്ചാണ് അത്യാവശ്യം സൗണ്ടിക്ക് വരുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം ട്രക്കിന്റെ കുറച്ച് ഓടിക്കുന്ന റിവ്യൂസൊക്കെ ആയിരിക്കും. ഇതാണ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് ഫ്രണ്ടോട്ട് പോകാനായിട്ട്. പിന്നെ ഇതിന് ഒരു ബട്ടൺ വരുന്നുണ്ട്, ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുക വരികയും ഒന്ന് ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഈ വണ്ടി തന്നെ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും.
അതിൻ്റെ എല്ലാം വീഡിയോസാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രക്ക് മൊത്തം ഇതാക്കിയിട്ടുണ്ട്, സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ബാറ്ററി അങ്ങനെയുള്ള കുറേ ഇതെല്ലാം വെച്ച് അതുപോലെ ലോഡെല്ലാം കയറ്റി ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ലുക്ക് മാറിയിട്ടുണ്ടാവും. RWD എന്നൊക്കെ സ്റ്റിക്കറും നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫുൾ നേരത്തെ ഒരു പ്ലെയിൻ ഡിസൈൻ ആയിരുന്നു, ഇപ്പോൾ സ്റ്റിക്കറെല്ലാം വന്നപ്പോൾ കുറച്ചും കൂടി ലുക്കായി. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ RC കാറൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾ ഇനി കാണുന്ന എല്ലാം RC കാറിന്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ വണ്ടി കുറേ ഓടിച്ചു നോക്കിയത് ഭയങ്കര സ്പീഡാണ്. നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പെട്ടെന്ന് അങ്ങ് പോവുകയാണ്, നമുക്ക് ആ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് സ്പീഡാണ്. കാരണം ഇത് ഒറ്റ സ്പീഡേ ഉള്ളൂ. ആ ഒരൊറ്റ സ്പീഡിൽ നമ്മൾ ജസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ അങ്ങ് നമ്മുടെ ക്യാമറയിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ഫോൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഇത് വർക്കിംഗ് കാണിക്കുന്നത്. നല്ല സ്പീഡുണ്ട്, പ്രതീക്ഷിച്ചതിൽ സ്പീഡുണ്ട്. ഏകദേശം 2 കിലോയോളം വെയിറ്റ് വെച്ചും നിരന്ന റോട്ടിൽ കൂടെ ഓടും. വലിയ കയറ്റമൊന്നും കയറില്ല, പക്ഷെ നമുക്ക് 2 കിലോയോളം വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിരന്ന ആ ഒരു ടെറസിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഓടും. അപ്പോൾ ഇതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ട് എന്നൊക്കെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് RC കാറിൻ്റെ റിവ്യൂസ് ഒക്കെ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യം ഏതെങ്കിലും RC കാർ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇതും കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ആ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുള്ള ചെറിയ ഇത് കാരണം ഇത് ഒരുപാട് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവില്ല. കാരണം നമ്മൾ ജസ്റ്റ് മൺ റോഡിലും മീറ്റലിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഓടിക്കാൻ നോക്കിയാൽ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ വലിയൊരു പവർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി കുതിച്ച് അങ്ങനെ ചാടി പോകുമൊന്നുമില്ല, നോർമലായിട്ട് നിൽക്കും, ചെറിയ ഇതിൽ നിൽക്കുകയുള്ളൂ. അതുപോലെ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടിയ മോട്ടർ, ഇതിൻ്റെ പല മോട്ടർ സസ്പെൻഷൻ ഉള്ളതൊക്കെ കിട്ടും. ഇതിൽ സസ്പെൻഷൻ ഒന്നുമില്ല, നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഒക്കെ ഉള്ളത് നല്ല പവറുള്ള മോട്ടറുകളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ അതിപ്പോൾ പ്രൈസ് കൂടുതലാണ്, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുപോലെ ഇതിലൊരു സ്പീക്കറിൻ്റെ സൗണ്ടും വരുന്നുണ്ട്, ഒരു സ്പീക്കറിൻ്റെ കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാനൊന്നും സെപ്പറേറ്റ്ലി ഓഫ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല. വണ്ടി ഓണായ അപ്പം തന്നെ സ്പീക്കർ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ അതിൻ്റെ സൗണ്ട്, അങ്ങനെ ഓരോരോ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇതിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കറാണ്. ഇതിൻ്റെ സ്പീക്കർ ഉള്ളതുകൊണ്ട് സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.